സംസ്ഥാനത്തെ ട്രോളിംഗ് നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് 38 വർഷം പിന്നിടുകയാണ്. സാധാരണഗതിയിൽ ട്രോളിംഗ് നിരോധനമൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ ഈ വള്ളങ്ങളെല്ലാം കടലിലേക്ക് പോവുകയും വലിയ ചാകരയുമായിട്ടാണ് കയറി വരികയും ഒക്കെ ചെയ്യുന്നത്. വള്ളങ്ങൾ പോകുന്നതിന് മുമ്പ് വലിയ ആഘോഷപൂർവ്വമാണ് അതിനെ യാത്രയാക്കുകയും തുടർന്ന് ചാകരയുമായി കടന്നു വരുമ്പോൾ വലിയ ആഘോഷപൂർവ്വമായി വരവേൽപ്പും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. തങ്കശ്ശേരി തീരത്ത് നോക്കുകയാണെങ്കിൽ കപ്പലുകൾ പലതും അല്ലെങ്കിൽ ബോട്ടുകൾ പലതും ഇപ്പോൾ നിലവിൽ തീരത്തോട് ചേർത്ത് തന്നെ ഇട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത്രത്തോളം രൂക്ഷമാണ് സ്ഥിതി. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി മരണങ്ങളാണ് സംഭവിച്ചതെന്നുള്ളതാണ്. കടൽ അത്രത്തോളം പ്രക്ഷുബ്ധമായ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തങ്കശ്ശേരി തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയിട്ടുള്ള ഒരാളെ കടലിൽ കാണാതാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ട്രോളിംഗ് ഒക്കെ നീങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രതീക്ഷയില്ല, തീർന്നല്ലേ. ഞാൻ അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇത്ര വിളിച്ചു പറഞ്ഞു. ഈ നിരന്തര അപകടങ്ങൾ നടക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടിയാണ് ഈ കാറ്റും എല്ലാം വരുമ്പോൾ മാരിയെല്ലാം അത് തന്നെ. ഇപ്പൊ നിലവിൽ ഇപ്പൊ തന്നെ 3ഓളം മരണമായി, 3-4 പണിക്ക് വലിയ ബുദ്ധിമുട്ടായി. എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം തന്നെ ഉള്ളത്. കാരണം സാധാരണഗതിയിൽ വലിയ തിരക്കും അതേപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ കപ്പലുകളും ബോട്ടുകളും ഒക്കെ മത്സ്യബന്ധനത്തിനായി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി അതല്ല. കാരണം നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, എല്ലാ ബോട്ടുകളും ഒക്കെ തന്നെ നിലവിൽ ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചൊരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല ഈ ബോട്ട് കടന്നു വരാനുള്ള മൺതിട്ടകളുണ്ട്. ആ മൺതിട്ടകൾ പലതും കഴിഞ്ഞ ദിവസത്തെ ഈ കടൽക്ഷോഭത്തിൽ പൂർണ്ണമായും അവശേഷിക്കാതെ തന്നെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിൽ ഹാർബറിൽ പലയിടങ്ങളിലും ഉള്ളതെന്നുള്ളതാണ്. ഈ വെള്ളിയാഴ്ച രാത്രി 12-ന് ആണ് സാധാരണഗതിയിൽ ഈ ബോട്ടുകളുമായി മുന്നോട്ട് പോവുകയും തുടർന്ന് ചാകരയുമായി കടന്നു വരികയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസവും ഒരു ബോട്ട് പോലും ഈ തങ്കശ്ശേരി തീരത്ത് നിന്നോ അല്ലെങ്കിൽ നീണ്ടകര ഹാർബറിൽ നിന്നോ പോയിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഹാർബറിനോട് ചേർന്നുള്ള ആളുകൾ വിശ്രമ കേന്ദ്രവും ഒക്കെ ഉണ്ട്. ആ വിശ്രമ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഇപ്പോഴും വിശ്രമിക്കുന്ന ഒരു ഘട്ടമാണ്, സ്ഥിതിവിശേഷമാണ് നീണ്ടകര ഹാർബറിലും അതേപോലെ തന്നെ തങ്കശ്ശേരി ഹാർബറിലും ഉള്ളതാണ്. പക്ഷെ മാത്രമല്ല അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് സ്വദേശിയെ തങ്കശ്ശേരി തീരത്ത് നിന്ന് കാണാതാകുന്നത്. ബോട്ടുമായി ഇറങ്ങിയതാണ്. ആ സമയത്ത് കടൽ വലിയ പ്രക്ഷുബ്ധമായി ഇരിക്കുന്ന സമയമായിരുന്നു. വലിയ തിരമാലകൾ ഉണ്ടായിരുന്നു. ആ തിരമാലയിൽപ്പെട്ടാണ് ഈ ആളെ കാണാതായെന്നുള്ളതാണ്. തുടർന്ന് ഇപ്പോഴും കോസ്റ്റൽ ഗാർഡുകളും അതേപോലെ തന്നെ നേവിയും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പൂർണ്ണതോതിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുപോലെ തന്നെ സാഹചര്യം രൂക്ഷമായതിനെ തുടർന്ന് തിരച്ചിൽ രാത്രിയോടുകൂടി അവസാനിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും ആ തിരച്ചിൽ പൂർണ്ണ തോതിൽ പുരോഗമിക്കുമെന്നുള്ളതാണ് കോസ്റ്റൽ ഗാർഡുകളും അതേപോലെ തന്നെ നേവിയും അറിയിക്കുന്നത്.